ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ട്രെയിനിങ്ങിന് പോകുന്ന സ്കൂളിലെ ആനുവൽ സ്പോർട്സ് ഡേ ആയിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ സ്കൂളിലെത്തി നേരെ ഗ്രൗണ്ടിലോട്ട് വിട്ടിട്ടുണ്ട്. അവിടെ എത്തി ഫസ്റ്റ് തന്നെ നമ്മുടെ മാർച്ച് പാസ്റ്റ് നടത്തി. സ്കൂളിലെ JRC കുട്ടികൾ, ലിറ്റിൽ കൈറ്റ്സിലെ കുട്ടികൾ, പിന്നെ സൂംബ ടീം, അതുപോലെ തന്നെ ഓരോ സ്പോർട്സ് ടീമിലെ കുട്ടികളും പിന്നെ മറ്റ് വിദ്യാർത്ഥികളും കൂടെ ഇതിലുണ്ടായിരുന്നേ. അങ്ങനെ അവരെയെല്ലാം നിരത്തി നിർത്തി നമ്മുടെ ദീപശിഖ പ്രയാണം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാനിത് അങ്ങനെ സ്കൂൾ തല മത്സരങ്ങളിലൊന്നും കണ്ടിട്ടില്ല. ജില്ലാതല സ്റ്റേറ്റ് തല മത്സരങ്ങളിലൊക്കെ ഞാൻ ഇത് കണ്ടിട്ടുള്ളൂ. ഇത് വളരെ പുതിയൊരു അനുഭവമായിരുന്നു. സ്റ്റുഡൻസും ഇത് നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു വെടിക്കെട്ടോട് കൂടി തന്നെ നമ്മുടെ പരിപാടികൾ അങ്ങോട്ട് എനർജറ്റിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്ലാഗ് ഹോസ്റ്റിങ്ങും നടന്നിരുന്നു. അയ്യോ, ഞാൻ സ്കൂൾ ഏതാന്ന് പറഞ്ഞില്ലല്ലേ. ഇത് ആദിച്ചനല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണേ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ 8A കുട്ടികളുടെ വക ഒരു അടിപൊളി സൂംബ പെർഫോമൻസ് ഉണ്ടായിരുന്നേ. കുട്ടികൾ നല്ല എനർജറ്റിക്കായിട്ട് അടിപൊളിയായിട്ട് ഒന്നും തെറ്റിക്കാതെ എല്ലാവരും കളിച്ചു. അത് കഴിഞ്ഞ് മത്സരങ്ങൾ തുടങ്ങി. ആ ആവേശത്തിൽ ആൻസിയുടെ കയ്യിൽ മൈക്കും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവരായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇവൻറ്റിലെ വിന്നേഴ്സ്. ഇവർക്ക് നമ്മുടെ HM വൃന്ദാമിസ് മെഡലൊക്കെ നൽകി. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം എന്തെന്നറിയോ, ഞങ്ങൾ BEd ട്രെയിനീസ് ആണെങ്കിലും ഞങ്ങളെയും ഇന്ന് ഈ മെഡൽ ദാന ചടങ്ങിനൊക്കെ ക്ഷണിക്കുകയൊക്കെ ഉണ്ടായി. അവിടുത്തെ ടീച്ചേഴ്സ് നമുക്ക് അത്ര സപ്പോർട്ടിങ് ആയിരുന്നേ. പിന്നെ മാർച്ച് പാസ്റ്റിൽ നല്ലോണം പെർഫോം ചെയ്ത നമ്മുടെ JRC ടീമിന് ഒരു സ്പെഷ്യൽ ട്രോഫി ഉണ്ടായിരുന്നു. പിന്നെ ഈ പരിപാടി ഇത്ര അടിപൊളിയായിട്ട് നടത്തിയ നമ്മുടെ അവിടുത്തെ PT സാറ് രാകേഷ് സാറിന് നമുക്കൊരു മെഡലൊക്കെ കൊടുത്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായത്.